1/1/2026 മുതൽ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യപ്പെടാം. പുതിയ നിയമപ്രകാരം 1 വർഷത്തിനുള്ളിൽ 5 ട്രാഫിക് റൂൾ വയലേഷൻസ് നടത്തിയാൽ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യപ്പെടാം. 1/1/2026 മുതലാണ് ഈ റൂളിന് പ്രാബല്യം. ഓവർ ക്രൗഡഡായ നമ്മുടെ സൊസൈറ്റിയിൽ റോഡ് ഉപയോഗിക്കുന്ന മറ്റുള്ളവരുടെ സുരക്ഷയെക്കുറിച്ച് ഓരോ ഡ്രൈവർക്കും കരുതൽ വേണം എന്ന് പറയുന്നു. അതിനാണ് ട്രാഫിക് നിയമങ്ങൾ. നമ്മൾ നിയമത്തെ രക്ഷിക്കുമെങ്കിൽ നിയമം നമ്മളെയും രക്ഷിക്കും എന്നാണ്. മറ്റുള്ളവരുടെ അവകാശം ഹനിക്കാതെ എങ്ങനെ വാഹനം കൈകാര്യം ചെയ്യാം എന്നാണ് ട്രാഫിക് നിയമം പറയുന്നത്. ഒപ്പം നമ്മുടെ സുരക്ഷയും. ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യപ്പെടാവുന്ന 10 ട്രാഫിക് വയലേഷൻസ് ഇവയാണ്. 1. ഹെൽമെറ്റ് ഇല്ലാതെ ഡ്രൈവിംഗ്. 2. 2 വീലറിലെ 3 പേരുടെ യാത്ര. 3. ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുള്ള ഡ്രൈവിംഗ്. 4. ഓവർ സ്പീഡ് ഡ്രൈവിംഗ്. 5. മത്സരയോട്ടം റേസിംഗ്. 6. മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ടുള്ള ഡ്രൈവിംഗ്. 7. സീറ്റ് ബെൽറ്റ് ഇടാതെ ഡ്രൈവിംഗ്. 8. തെറ്റായ പാർക്കിംഗ്. 9. സിഗ്നൽ തെറ്റിച്ച് ഡ്രൈവിംഗ്. 10. ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനം ഡ്രൈവിംഗ്. തെറ്റായ സിഗ്നൽ ഇട്ട് ഡ്രൈവിംഗ് തുടങ്ങിയ കുറ്റങ്ങളാകും പരിശോധിക്കുക. റോഡ് ആരുടെയും സ്വകാര്യ സ്വത്തല്ല. അത് എല്ലാവർക്കും ഉപയോഗിക്കാം. മറ്റുള്ളവരുടെ അവകാശങ്ങളിൽ നിഴൽ വീഴ്ത്താതെ. വൺസ് എ ഹൈവേ ഓൾവേസ് എ ഹൈവേ എന്നാണ്. ഒരു പാത എല്ലാവർക്കും സുരക്ഷിതമായി പായാനുള്ളതാണ്. അവിടെ മാർഗതടസ്സം, തെറ്റായ സിഗ്നൽ നൽകൽ, സിഗ്നൽ തെറ്റിച്ചുള്ള കുതിപ്പ്, ചാട്ടം, സിക്സാക് ഡ്രൈവിംഗ്, ഓവർ സ്പീഡ്, മത്സരം, റേസിംഗ്, സ്വയം നിയന്ത്രിക്കാനാകാതെ പെരുമാറുക, മറ്റുള്ളവരെ ആംഗ്യം കാണിച്ച് ശ്രദ്ധ തിരിക്കുക, അമിതമായ ഹോൺ ഉപയോഗം, അമിതമായ ലൈറ്റിംഗ് ഒക്കെ മറ്റുള്ളവരുടെ ജീവൻ കവരും. കാൽനടക്കാരുടെ അവകാശങ്ങളോളം പോന്ന മികച്ച മറ്റൊരവകാശവും ഒരു ഡ്രൈവർക്കും ഇന്ത്യയിൽ നൽകിയിട്ടില്ല. സീബ്ര ക്രോസിംഗിലെ അലക്ഷ്യമായ ഡ്രൈവിംഗ് കാൽനടക്കാരുടെ ജീവൻ കവരും. റോഡിൽ നമ്മുടെ വാഹനത്തിന് യാതൊരു പ്രയോറിറ്റിയും ഇല്ല എന്നതാണ് വാസ്തവം. മറ്റുള്ളവരുടെ വാഹനത്തിനാണ് പ്രയോറിറ്റി. മറ്റുള്ളവരുടെ ജീവനും സ്വത്തുമാണ് പ്രധാനം. അവരുടെ ഈസ്മെന്റ് അവകാശങ്ങളാണ് പരിരക്ഷിക്കപ്പെടേണ്ടത്. ട്രാഫിക് കുറ്റങ്ങൾ സിവിൽ റോങ്ങുകളാണ്. ഒപ്പം ക്രിമിനൽ കുറ്റവും. സിവിലായും ക്രിമിനലായും നടപടി വരും. അതുകൊണ്ടാണ് ചെല്ലാൻ. കേന്ദ്ര നിയമപ്രകാരം 5 ചെല്ലാൻ കിട്ടിയാൽ ഡ്രൈവിംഗ് ലൈസൻസ് പോകും. 5 കുറ്റം എന്നത് ഇവിടെ കേരളത്തിൽ 10 കുറ്റം വരെ ആകാം എന്ന് ഗതാഗത മന്ത്രി പറയുന്നു. നിങ്ങൾ എന്ത് പറയുന്നു? കമൻറ്റ് ചെയ്യണേ.